ഇതെണ്ട ഫൽഗു നദി, ബീഹാറിലെ മെയിനായിട്ടുള്ളൊരു നദിയാണ് കേട്ടോ. സാധാരണ ഇവിടെ വേനൽക്കാലത്തൊന്നും വെള്ളം ഉണ്ടാവാറില്ല. വേനൽക്കാലത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് വറ്റിക്കെടുക്കാറാണ് പതിവ്. നമ്മുടെ ഭാരതപ്പുഴയൊക്കെ പോലെ തന്നെ മഴക്കാലത്ത് അത്യാവശ്യമൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറേ മുമ്പിലായിട്ട് ഒരു ഡാമുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം കുറയുമ്പോൾ ആ ഡാമിൽ നിന്ന് ഇങ്ങനെ വെള്ളം തുറന്ന് വിടാറുണ്ട്. ഇപ്പോൾ കണ്ട വെള്ളമൊക്കെ കലങ്ങി എടുക്കണത് ആ ഡാമിൽ നിന്ന് വെള്ളം തുറന്ന് വിടുന്നവരുണ്ട് ഇങ്ങനെ കലങ്ങി എടുക്കണത്. പിള്ളേരൊക്കെ ദേ ഈ വെള്ളത്തിൽ കിടന്ന് കുളിച്ച് മറിയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിന്ന് വന്നിട്ടുള്ള ഇത് കാണാനല്ല കേട്ടാ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഇവിടെ ഈ നദിയുടെ കരയിലായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമായിട്ട് ഒരു ചന്ത വരാറുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കണ്ട ചെന്ന് കയറുമ്പോൾ തന്നെ കുറേ ചങ്ങായിമാർ പനങ്ങളിലൊക്കെ വിൽക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നിസ്സാര പൈസ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒരു ഗ്ലാസ് കുടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ അത്ര വലിയ ക്ലീനൊന്നുമല്ല. അപ്പോൾ പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു 10-11 മണി സമയത്താണ് കേട്ടോ. അപ്പോൾ ദേ ഇവർ കടയൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഈ ഭാഗത്തൊക്കെ കൂടുതലും തുണിക്കടകളാണ് കേട്ടോ. അവരെല്ലാം സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ എല്ലാം സെക്ഷൻ വൈസ് ഉണ്ട് ഇവർ കച്ചവടം ചെയ്യണത്. ഓരോ ഐറ്റത്തിനും ഓരോരോ സ്ഥലമുണ്ട്. കണ്ട ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പച്ചക്കറികളൊക്കെ ഉണ്ടാ. ആ ഭാഗത്തെ ലോക്കൽ കൃഷിക്കാരൊക്കെ കൂടുതൽ ഇങ്ങനെ കൊണ്ട് കച്ചവടം ചെയ്യണത്. അത് കാരണം വിലയൊക്കെ നല്ല കുറവാണ്. പിന്നെ ഈ മാർക്കറ്റ് ഇവിടെ വെള്ളിയാഴ്ചകളിൽ മാത്രം ഉണ്ടാവാറുള്ളൂ കേട്ടോ. ബാക്കി സാധാരണ മാർക്കറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വിലക്കുറവുണ്ട്. ഇവിടെ ദേ ഇപ്പം മാങ്ങയുടെ സീസൺ ഉണ്ടാ. കുറേ വെറൈറ്റി മാങ്ങകളെ കൊണ്ടുവച്ചിട്ടുണ്ട്. പുറത്തെ മാർക്കറ്റിലൊക്കെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. എന്നാലും ഇവിടെ നല്ല വിലക്കുറവാണ്. ഒരു 100 രൂപയ്ക്ക് 3 കിലോ ഒക്കെയാണ് തരുന്നത്. माल देखिए भैया बिना खिलाइले हम देते ही नहीं. सुपर माल सुपर दाम बिल्कुल हाई है ना. ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെ ഒക്കെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ മുളക്, മഞ്ഞൾ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ സ്റ്റോറുകളാണ് കേട്ടോ പിന്നെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം ഉണ്ട് ഇവിടെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ദേ ഈ സൈഡിൽ മൊത്തം കോഴിക്കച്ചവടക്കാരൻ കേട്ടോ. എല്ലാവരും വീട്ടിൽ വളർത്തുന്ന കോഴിനൊക്കെ ഉണ്ടാ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം നാടൻ കോഴിയാണ് കേട്ടോ. ബ്രോയിലർ കോഴിനെ ഒരെണ്ണത്തിന് പോലും കാണാനില്ല. ഈ സൈഡിൽ ഇതേ മൊത്തം ആടിനെ വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇക്കണ്ട ആൾക്കാർ മുഴുവൻ ആടിനെയും കൊണ്ട് വന്നതാണ് കേട്ടോ. കണ്ടമാനം ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ലേലം വിളിച്ചെടുക്കൂലേ, ആ ഒരു പരിപാടിയൊക്കെ തന്നെ ഉണ്ട്. പൂരാ കാല ബക്രിയെ കണ്ട ഒരു ഉത്സവത്തിനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ആടിനെയും കൊണ്ട്. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കൂടുതലും കറുത്ത മുട്ടനാടുകളുണ്ട് ഇവർ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ പശുവിനെ എരുമനൊക്കെ വാങ്ങാനും വിൽക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് മുഴുവൻ കണ്ട പശുവിനെ എരുമനെ എല്ലാത്തിനെയും കുളിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തേച്ചേണ്ട നിർത്തിയേക്കണത്. ഈ പശുവിനെയൊക്കെ വാങ്ങാനായിട്ട് കുറച്ചൊന്നല്ലാട്ട് ആൾക്കാർ വന്നിട്ടുള്ളത്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനായിട്ട് വന്നിട്ടുണ്ട്. ഈ ചങ്ങായി സ്ഥലത്തെ പ്രധാന പാമ്പാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ പിന്നെ കംപ്ലീറ്റ് മീൻ കടകളാണ് കേട്ടോ. ഇവിടെ ബീഹാറിൽ കടലില്ലാത്ത കാരണം കൂടുതലും ഇങ്ങനെയുള്ള ഫ്രഷ് വാട്ടർ മീനുകളൊക്കെ ഉണ്ട് വരുന്നത്. കൂടുതലും കാർപ്പ് ഐറ്റംസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ചങ്ങായി ഇതേ അതിലെ വെള്ളം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണ്ട. ചൂടുള്ള കാരണം വെള്ളം ചൂടാവുന്നുണ്ട്. അതാണ് ദേ കാർപ്പുകളുടെ ഇടയ്ക്ക് ഒരു നട്ടറിനെ കണ്ടിട്ടാ. 220 1 കിലോത്തിന് 220 രൂപ പറഞ്ഞത്. ഇത് ഇവിടുത്തെ റേറ്റ് ഉണ്ടാ. പുറത്തെ മാർക്കറ്റിലൊക്കെ ഇതിലും കൂടും. ഇതേ കണ്ട നല്ല ഗോൾഡ് കളറിലുള്ള കാർപ്പ്. നമ്മുടെ നാട്ടിലൊക്കെ അക്വേറിയം ഫിഷായിട്ട് എടുക്കണതാണ് ഇതിനെ. ഇങ്ങനെ വാങ്ങണ മീനെ ആവശ്യക്കാർക്ക് അപ്പം തന്നെ കുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കൊമ്പ് പോലെ ഇരിക്കുന്ന ഒരു കത്തി കൊണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും മീൻ മുറിക്കുന്നത്. നമ്മളൊക്കെ ഇത് വെച്ച് മുറിക്കാൻ നിന്നാൽ ചിലപ്പോൾ മീൻ പകരം കയ്യായിരിക്കും മുറിയുക. ഈ ചങ്ങായിയുടെ അടുത്ത് രോഹു, വാള പിന്നെ കുറേ ആഫ്രിക്കൻ മുഷിയൊക്കെയാണ് ഉള്ളത്. നമ്മുടെ നാട്ടിൽ വിലയില്ലാത്ത ആഫ്രിക്കൻ മുഷിക്കൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. ഇവിടെ ഈ കടൽ മീനില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ മീനുകൾ മാത്രമേ ഉള്ളൂ. അത് കാരണം ഇങ്ങനെ ഈ മീനുകൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുന്ന മീനൊക്കെ ഫ്രൈ ആക്കി കൊടുക്കലുണ്ട് ഇവരുടെ പരിപാടി. ഇവരതിന് ചെറിയൊരു ചാർജ് മേടിക്കുകയും ചെയ്യും. പിന്നെ ഒരു സ്നാക്സ് പോലെ ഉണ്ട് ഇവരൊക്കെ ഉണ്ടാക്കണത്. സംഭവം ഇതിൻ്റെ കൂടെ തന്നെ കള്ളും ഉണ്ട്. ആ മീൻ വറുക്കുന്ന എണ്ണ തന്നെ കടല്, ഗ്രീൻ പീസോ അങ്ങനെ എന്തോ ഐറ്റം കൂടെ ഇവർ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നപ്പോൾ പിന്നെ കംപ്ലീറ്റ് പന്നിയിറച്ചി വിൽക്കണ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ കാണുന്ന പോലത്തെ ബ്രോയിലർ അല്ല കേട്ടോ. എല്ലാം നാടൻ പന്നിനാണ് ഇവർ വിൽക്കണത്.
നേരത്തെ പറഞ്ഞ പോലെ പന്നിയിറച്ചി കുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കണം കേട്ടാ. അവരതിന് ചാർജൊക്കെ മേടിക്കണമുണ്ട്. അങ്ങനെ വന്ന സ്ഥിതിക്ക് വെറും കൈയോടെ പോണ്ടാന്ന് വിചാരിച്ചിട്ട് 1 കിലോ ഇറച്ചി ഞാനും മേടിച്ചായിരുന്നു. കണ്ട, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടാ. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ മാർക്കറ്റ്. എന്തേ കണ്ട അവിടെ ദൂരെയായിട്ട് കാണുന്നത്, ഇതെന്താ മാർക്കറ്റ്. പിന്നെ ഞാൻ കുറച്ചു നേരം ആ പുഴയുടെ സൈഡിലൊക്കെ കിടന്നൊന്ന് കറങ്ങി വല്ല മീൻ പിടിക്കാനുള്ള സ്കോപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കിയതാണ്. ഞാൻ ആ ഭാഗത്തുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം അങ്ങനെ മീനൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണേ.